ഫ്രണ്ട്സ്, അപ്പോൾ നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു മാരുതി സുസുക്കിൻ്റെ പെട്രോൾ റിഡ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മാരുതി സുസുക്കിൻ്റെ റിഡ്സ് ആണ് ഫ്രണ്ട്സ്. മാസ്ക്മാൻ ആണ്. പിന്നെ അരുൺ സ്മോക്കിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു വണ്ടി നമ്മളെ യാർഡിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പെട്രോൾ റിഡ്സ് ആണ്. ഈ കഴിഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2016 VXi ആണ് വണ്ടി. 2016 VXi ആണല്ലേ. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. മേജർ ആയിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. മേജർ റീപ്ലേസും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അല്ലേ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഏകദേശം 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റേഴ്സ് അല്ലേ. മേജർ ആയിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഓടിയ നമ്മളെ മാരുതി സുസുക്കിന്റെ റിഡ്സ് ആണ് കേട്ടോ. നമുക്ക് നല്ല എൻക്വയറി ഉള്ളതും അതുപോലെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്, അതായത് നല്ല വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു വണ്ടിയാണ് മാരുതി സുസുക്കിന്റെ റിഡ്സ് പെട്രോൾ എഞ്ചിൻ കേട്ടോ. പ്രൊഫൈലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ടയേഴ്സ് നോക്കുക, ഏകദേശം ഒരു 90% തന്നെ പറയാല്ലേ. അടിപൊളി കട്ടയാണ് കേട്ടോ. 4 ടയേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മേജറായിട്ട് റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ തട്ടോ മുട്ടോ റീപെയിന്റോ ഒന്നും കയറാത്ത വണ്ടിയാണ് കേട്ടോ. നമുക്ക് നേരെ ഇന്റീരിയർ സൈഡ് നോക്കി നോക്കാം. വണ്ടിയുടെ ഇന്റീരിയർ സൈഡും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ പോലെ തന്നെ നല്ല പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. 17-18 റേഞ്ചിൽ തന്നെ റിഡ്സ് മൈലേജ് കിട്ടും കേട്ടോ പെട്രോൾ എഞ്ചിന്. മാരുതി സുസുക്കിൻ്റെ നമ്മളെ പ്രൊഡക്ഷൻ നിർത്തിയ വണ്ടിയാണെങ്കിൽ ഇപ്പോഴും നല്ല എൻക്വയറി ഉള്ള നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് കേട്ടോ റിഡ്സ്. ഇതെങ്ങനെ നമ്മൾ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ 345 റേറ്റ് പറയുന്നത്. 345 ആണല്ലേ. അത് ഫൈനൽ പ്രൈസ് അല്ലല്ലോ? എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് തരുക. നല്ല കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടിയാണ്. കറന്റ് മലപ്പുറത്താണ് കേട്ടോ. ഇത് എത്ര നമുക്ക് ഫിനാൻസ് കയറും? ഏകദേശം ഒരു 3.25 വരെ ഫിനാൻസും കയറും അല്ലേ. ഏകദേശം ഒരു നല്ല ട്രാക്കറാണെങ്കിൽ 10-30 ഉറുപ്പ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലേ. നല്ല പക്ക ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ.